The smallest value among 68 observations is 107 and their standard deviation is 0. Then the largest observation is dash. 68 വിലകളിൽ ഏറ്റവും ചെറുത് 107 ആണ്. അവയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണെങ്കിൽ ഏറ്റവും വലിയ വില എത്ര എന്നുള്ളതാണ് ചോദ്യം. 68 വിലകളിൽ ഏറ്റവും ചെറുത് സ്മോളസ്റ്റ് വാല്യൂ 107 ആണ്. ഈ 68 വിലകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 ആവണമെങ്കിൽ എല്ലാ ഒബ്സർവേഷനും വിലകളും ഈക്വൽ ആവണം. അങ്ങനെയെങ്കിൽ വില ഏതായിരിക്കും? 107 തന്നെ ആയിരിക്കും. അതായത് എല്ലാ ഒബ്സർവേഷനും ഈക്വൽ ആണെങ്കിൽ മാത്രമേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 0 വരുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. എ സെയിൽസ് എക്സിക്യൂട്ടീവ് മാർക്കറ്റഡ് 84 items in a week on an average with a standard deviation of 18. Another sales executive marketed 81 items per week on an average with a standard deviation of 7. Analyze the data and write your conclusion on the consistency of the sales executive. അതിന്റെ മലയാളം വേർഷൻ: ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആഴ്ചയിൽ ശരാശരി 84 ഉൽപ്പന്നങ്ങൾ വിറ്റു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18 ആണ്. മറ്റൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് 7 സ്റ്റാൻഡേർഡ് ഡീവിയേഷനോട് കൂടി ആഴ്ചയിൽ ശരാശരി 81 ഉൽപ്പന്നങ്ങൾ വിറ്റു. ഈ ഡാറ്റ അവലോകനം ചെയ്ത് അവരുടെ സ്ഥിരതയെക്കുറിച്ചുള്ള നിഗമനം എഴുതുക. സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺസിസ്റ്റൻസി ആണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആഴ്ചയിൽ ശരാശരി 84 ഉൽപ്പന്നങ്ങൾ വിറ്റു എന്ന് പറയുമ്പോൾ എക്സ് ബാർ ഈക്വൽ ടു 84. ഒരു വീക്കിലെ 84 ആണ് ആവറേജ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിരിക്കുന്നത് 18 എന്നും. അപ്പൊ നോക്കൂ, ആവറേജിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എക്സ് ബാർ ആണ്. ഇനി എക്സിക്യൂട്ടീവ് 2 എക്സിക്യൂട്ടീവ് ഉള്ളത് കൊണ്ട് വേർതിരിച്ചറിയാൻ വേണ്ടി ഒന്ന് x1 ബാർ ആയിട്ട് എടുക്കണു, നെക്സ്റ്റ് വൺ സിഗ്മ 1 ആയിട്ട് എടുത്തു. ഇനി വേറൊരു എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരുടെ മാർക്കറ്റിംഗിന്റെ ആവറേജ് 81 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 തന്നിട്ടുണ്ട് 7 ആണ്. ഈ ഡാറ്റയെ അനലൈസ് ചെയ്യണം, കൺസിസ്റ്റൻസിയും ചെക്ക് ചെയ്യണം. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള ഫോർമുല കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് ഫോർമുല. ഇനി രണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ഉള്ളത് കൊണ്ട് 2 കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ഈക്വൽ ടു സിഗ്മയുടെ വാല്യൂ എത്രയാ? 18 ഡിവൈഡഡ് ബൈ എക്സ് ബാർ 84 ഇൻറ്റു 100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 21.4. അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് സെക്കൻഡ് എക്സിക്യൂട്ടീവ് കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ഫോർമുല, സിഗ്മ ബൈ എക്സ് ബാർ 81 ഇൻറ്റു 100. ആൻസർ കിട്ടുന്നത് 8.64. എന്നതിന് ശേഷം ഇവ തമ്മിൽ കമ്പയർ ചെയ്യുക. ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും കൂടെ കമ്പയർ ചെയ്തു. ഏത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണോ കുറവ്? സെക്കൻഡ് വൺ ആണ് കുറവ്. സോ കൺസിസ്റ്റൻസി കൂടുതൽ ആർക്കായിരിക്കും? സെക്കൻഡ് വണ്ണിനായിരിക്കും. ഏതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആണോ കുറവ് അതിനാണ് കൺസിസ്റ്റൻസി കൂടുതൽ. സോ കൺക്ലൂഷൻ എങ്ങനെ എഴുതും? CV1 is greater than CV2. Coefficient of variation of first one is greater than coefficient of variation of second, second sales executive is more consistent. Next one,
വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൾവേസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ എല്ലായ്പ്പോഴും സത്യമായത് ഏതാണ്? ഇതിൽ ഓപ്ഷൻ എ റേഞ്ച് ഗ്രേറ്റർ ദാൻ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കണം. 2015 ചോദിച്ചിട്ടുള്ള ഫോക്കസ് പോയിന്റ് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങള് ഇത്രയേ ഉള്ളൂ. ഇനി 2015 സെപ്റ്റംബർ നോക്കാം. വെൻ ഓൾ ദ വാല്യൂസ് ഓഫ് എ ഡാറ്റ ആർ ഈക്വൽ, ഒരു ഡാറ്റയിലെ എല്ലാ വാല്യൂസും ഈക്വൽ ആണെങ്കിൽ then the standard deviation would be dash. Standard deviation എന്തായിരിക്കും? 0. Second one, for a data 25% of the values are 20 or less and 25% are 50 or more, then the quartile deviation is. പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സെറ്റ് ഓഫ് ഡാറ്റയില് 25% ഒബ്സർവേഷൻസ് 20 എന്നുള്ള വിലയ്ക്ക് താഴെയാണ്. അതായത് തന്നിരിക്കുന്നത് 25% ഒബ്സർവേഷൻ താഴെയാണ് പറയുമ്പോൾ തന്നിരിക്കുന്നത് Q1 ആണ്, ഈ 20 എന്ന് തന്നിരിക്കുന്നത്. ആൻഡ് 25% ആർ 50 ഓർ മോർ, 25% ഒബ്സർവേഷൻസ് 50 50നേക്കാളോ മുകളിലാണ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നത് Q3 ആണ് 50. Then quartile deviation calculate ചെയ്യാനുള്ള ഫോർമുല Q3 minus Q1 divided by 2 which is equal to 50 minus 20 divided by 2 which is equal to 30 divided by 2 which is equal to 15. So option A is the correct answer. A civil engineer monitors water quality by measuring the amount of suspended solids in a sample of river water. Over 7 days, he observed 14, 18, 22, 28, 30, 27 and 29 suspended soils. Calculate mean deviation about the mean. ഇവിടെ തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എടുത്തെഴുതട്ടെ. ഇതാണ് തന്നിരിക്കുന്ന വാല്യൂസ്. അപ്പൊ ആദ്യം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അബൌട്ട് മീൻ ആണെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് മീന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. അപ്പൊ ഈ ഒബ്സർവേഷൻസിന്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഒബ്സർവേഷൻസിന്റെ ടോട്ടല് 168. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ സിഗ്മ എക്സ് എന്നുള്ള പേരിലാണ് വിളിക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് 168 ഡിവൈഡഡ് ബൈ എൻ. എത്ര ഒബ്സർവേഷൻ ആണെന്ന് പറയണ്ടത്? ഓവർ 7 days എന്ന് പറയണ്ടത്. ഇപ്പൊ 7 ഒബ്സർവേഷൻ ആയിരിക്കും. 1, 2, 3, 4, 5, 6, 7. 168നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ എത്ര വന്നു? 24 ആണെന്ന് വന്നു. എന്നതിന് ശേഷം മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എഴുതണു. മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് ഫോർമുല. ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത കോളം എക്സ് മൈനസ് മീൻ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണു. അപ്പൊ നോക്കൂ, 14 മൈനസ് 24 കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന്റെ മോഡുലസ് സിമ്പിൾ എടുക്കണം. മോഡുലസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? നെഗറ്റീവ് വാല്യൂ വന്നാലും പോസിറ്റീവായി പരിഗണിക്കണം. അപ്പൊ ആൻസർ 10 ആണ്. ദെൻ നെക്സ്റ്റ് വൺ 18 മൈനസ് 24. 18 24 പോയി കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 6 ആണ്. 22 മൈനസ് 24 എത്ര? 2 ആണ്. മോഡുലസ് ഓഫ് 28 മൈനസ് 24 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ കംപ്ലീറ്റ് ചെയ്യണു കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഈ കോളത്തിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. അതിനെങ്ങനെ പേര് വിളിക്കുക? സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് ഈ കോളത്തിന്റെ സം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 36 ആണ് ആൻസർ വരിക. എന്നതിന് ശേഷം മീൻ ഡീവിയേഷന്റെ ഫോർമുല ഇതല്ലേ, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം.
വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ മോഡ് എക്സ് മൈനസ് മീൻ എത്ര നമുക്ക് കിട്ടിയത് 36 ആണ് ഡിവൈഡഡ് ബൈ n എത്ര ഒബ്സർവേഷൻ ആണ് 7 ഒബ്സർവേഷൻ 36നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആൻസർ 5.14 ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഓക്കെ, 2 machines A and B are used to pack biscuit. A sample of 10 packets was taken from each machine and the mass of each packet measured to the nearest gram was noted. അതിനുശേഷം ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഡാറ്റയില് ഹിന്റുകളും ഉണ്ട്. അപ്പൊ നോക്കൂ, ചില കേസില് ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഗ്രൂപ്പിന്റെയും സിഗ്മ എക്സ് സിഗ്മ എക്സ് സ്ക്വയർ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെയും കൺസിസ്റ്റൻസി, മെഷീൻസിന്റെ കൺസിസ്റ്റൻസിയാണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനുള്ള ഫോർമുല എന്താന്നാ പറഞ്ഞത്? കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ് ഫോർമുല. സിഗ്മയും എക്സ് ബാറും കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം മെഷീൻ എന്റെ ഡീറ്റെയിൽസ് എഴുതണു. മെഷീൻ എ കാൽക്കുലേറ്റ് ചെയ്യണം. മെഷീൻ എന്റെ സിഗ്മ എക്സ് നമുക്ക് തന്നിട്ടുള്ളത് 2000 ആണ്. മെഷീൻ എന്റെ സിഗ്മ എക്സ് സ്ക്വയർ 4000056 ഇതാണ് വാല്യൂ. ഇതിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യാം? എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ് ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ എൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? മെഷീൻ എയില് 10 ഐറ്റംസ് ആണ് തന്നിരിക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 200 ആണ് ആൻസർ. ഇനി സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സം എത്രയാ? 4000056 ഡിവൈഡഡ് ബൈ n എത്ര ഒബ്സർവേഷൻ? 10 ഒബ്സർവേഷൻ മൈനസ് എക്സ് ബാർ എത്രയാണ്? 200 ആണ്, അതിന്റെ സ്ക്വയർ. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 40005.6 മൈനസ് 200ന്റെ സ്ക്വയർ എത്ര വരും? 40000. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അന്നേരം കിട്ടുന്ന വാല്യൂ 5.6 ആണ്. 5.6ന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.37 ആണെന്ന് വന്നു. സെറ്റ് എന്റെ സിഗ്മയാണ്. ഇനി വേണ്ടത് കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ 2.37 ഡിവൈഡഡ് ബൈ എക്സ് ബാർ എത്രയാ? 200 ഇൻറ്റു 100. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 100 200 2 ടൈംസ് പോവും. 2.37 ഡിവൈഡഡ് ബൈ 2 1.19 ആണ് കിട്ടുന്നത്. ഇത് ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റയുടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയൻസ് ആണ്. ഇനി വേണ്ടത് സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റയാണ്. സെക്കൻഡ് സെറ്റ് ഓഫ് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യണു. സെറ്റ് ബിന്റെ സിഗ്മ എക്സും സിഗ്മ എക്സ് സ്ക്വയറും ആണ്. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആദ്യം എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണു. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു 2000 ഡിവൈഡഡ് ബൈ എൻ എത്രയാ? 10 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 200 തന്നെ വന്നു. ഇനി വേണ്ടത് സിഗ്മയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല റൂട്ട് ഓഫ് 1/n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/10 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ 4000240 മൈനസ് എക്സ് ബാർ 200ന്റെ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 1/10നെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ആദ്യം. ഈ നമ്പറിനെ 10 കൊണ്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യേണ്ടത്. മിക്കവാറും കുട്ടികൾ വരുത്തി വെക്കുന്ന മിസ്റ്റേക്ക് ആദ്യം ഇതിന് സ്ക്വയർ ചെയ്യും, എന്നിട്ട് ഈ നമ്പറിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം ചെയ്യാനുള്ളത് ഈ നമ്പറിന് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാനുള്ളത് അത് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 40024
മൈനസ് ഇതിന്റെ സ്ക്വയർ എത്ര വരും? ദെൻ റൂട്ട് എടുത്തു, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 24 വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഇതിന്റെ സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. സ്ക്വയർ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4.9. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർ സെറ്റ് 2ന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 തന്നെയാണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ സിഗ്മ എത്രയാ? 4.9 ഡിവൈഡഡ് ബൈ എക്സ് ബാർ 200 ഇൻറ്റു 100. ഇനി 100 200 2 ടൈംസ് പോവും. 4.9 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന ആൻസർ 2.45. ഇവിടെയും കമ്പയർ ചെയ്യുക. ഫസ്റ്റ് സെറ്റിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കിട്ടിയത് 1.19 ആണ്. സെക്കൻഡ് സെറ്റിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 2.45. ഏതാണ് കുറവ്? ഫസ്റ്റ് സെറ്റാണ് കുറവ്. അപ്പൊ കുറവുള്ളതിന് എന്താണ്? കൺസിസ്റ്റൻസി കൂടുതലാണ്. അപ്പൊ കൺക്ലൂഷൻ എഴുതുക, മെഷീൻ എ ഈസ് കൺസിസ്റ്റന്റ്. ഓക്കെ. സെപ്റ്റംബർ 2016 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നു. ഇൻ എ സെറ്റ് ഓഫ് വാല്യൂസ് ദ ഹൈയസ്റ്റ് വാല്യൂ ഈസ് 40 ആൻഡ് ദ റേഞ്ച് ഈസ് 28. ദ ലോവസ്റ്റ് വാല്യൂ ഈസ് ഡാഷ്. ഒരു സെറ്റ് ഓഫ് വാല്യൂല് ഹൈയസ്റ്റ് വാല്യൂ തന്നിരിക്കുന്നത് 40 ആണ്. റേഞ്ച് തന്നിട്ടുണ്ട് 28 ആണെങ്കിൽ ലോവസ്റ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഹൈയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇപ്പൊ റേഞ്ച് 28 ആണ്, ഈക്വൽ ടു ഹൈയസ്റ്റ് വാല്യൂ 40 മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 40നെ ഈക്വൽ ടുന്റെ ഇങ്ങേ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. പോസിറ്റീവ് 40 നെഗറ്റീവ് 40 ആയി മാറും. 28 മൈനസ് 40 ഈക്വൽ ടു ആണ് മൈനസ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ. ഇപ്പൊ ഇവിടെ നെഗറ്റീവ് സിമ്പൽ ആണ് എല്ലിന്, അതേ നെഗറ്റീവ് ആണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 28 നിന്ന് 40 പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് 12 കിട്ടും. ഈക്വൽ ടു ആണ് നെഗറ്റീവ് ലോവസ്റ്റ് വാല്യൂ. നോക്കൂ, രണ്ട് ഭാഗത്തും നെഗറ്റീവ് ക്യാൻസൽ ചെയ്തു. 12 ഈക്വൽ ടു ആണ് ലോവസ്റ്റ് വാല്യൂ. So answer is option B. The mean of a frequency distribution is 50 and the coefficient of variation is 28%. Then dash will be the standard deviation. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ തന്നിരിക്കുന്നത് 50 എന്നും അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ 28% ആണ് എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. സോ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് തന്നിരിക്കുന്നത് 28% ആണ്. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എത്രയാണ്? 28 ആണ്. സോ 28 ഈക്വൽ ടു സിഗ്മ ബൈ 50 ഇൻറ്റു 100 കേട്ടോ. എന്നതിന് ശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. 28 ഇൻറ്റു 50 ഈക്വൽ ടു 100 സിഗ്മ. നമുക്ക് വേണ്ടത് സിഗ്മയുടെ വാല്യൂ ആണ്. അപ്പൊ സിഗ്മനെ ഇവിടെ കീപ്പ് ചെയ്യണു. 28 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 100 ആണ്. ഈക്വൽ ടു ആണ് സിഗ്മ. 50 100 2 തവണ പോവും. 2 28 14 ടൈംസ് പോവും. സോ 14 ഈക്വൽ ടു ആണ് സിഗ്മ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെട്ടിച്ചുരുക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ 28നെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 14 എന്ന് ഉത്തരം കിട്ടും. If you like the video, please subscribe and press the bell icon.